അറിവ് പ്രോ മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങളിപ്പോൾ ഇത് കാണുന്നതെന്ന് വെച്ചാൽ CA ഫൗണ്ടേഷൻ എക്സാമിനേഷൻ മാറ്റി വെക്കുമോ എന്നുള്ള കൺഫ്യൂഷനിലായിരിക്കും നിങ്ങളിത് കാണുന്നത്. നിങ്ങളാണെങ്കിൽ ഒരിക്കലും മാറ്റി വെക്കുമോ മാറ്റി വെക്കത്തില്ലയോ അതൊന്നും നമ്മുടെ ഒരു കൺസേൺ അല്ല എന്നുള്ള രീതിയിൽ വേണം നിങ്ങൾ എക്സാമിനെ നോക്കിക്കാണും. അഥവാ മാറ്റി വെക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ സമയം കിട്ടും പഠിക്കാൻ. ആ ഒരു മെന്റാലിറ്റി മാത്രമേ നിങ്ങൾക്ക് പാടുള്ളൂ. അല്ലാതെ എക്സാം മാറ്റി വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇനി പഠിക്കാൻ കൂടുതൽ സമയമുണ്ട്, അതുകൊണ്ട് ഇന്ന് മുതൽ ഞാൻ പഠിക്കുന്നില്ല എന്നുള്ളൊരു മെന്റാലിറ്റിയിലാണ് നിങ്ങൾ ഇരിക്കുന്നതെങ്കിൽ നിങ്ങളോട് തന്നെ ചെയ്യുന്ന വലിയൊരു തെറ്റാണ്. ഇത്രയും നാൾ നിങ്ങൾക്ക് കൊടുത്ത് നിങ്ങളിട്ട എഫേർട്സിനെ നിങ്ങൾ വാല്യൂ ചെയ്യാത്തതിന് തുല്യമാണത്. അതുകൊണ്ട് എക്സാമിനേഷൻ മാറ്റി വെക്കും എന്ന് കരുതി പഠിക്കാതിരിക്കരുത്. അഥവാ മാറ്റി വെച്ച് കഴിഞ്ഞാൽ നല്ല കാര്യം, നമുക്ക് ഇനിയും പഠിക്കാൻ കുറേ സമയം കിട്ടുന്നു എന്നുള്ള രീതിയിൽ മാത്രമേ നിങ്ങൾ നോക്കിക്കാണാൻ പാടുള്ളൂ. ഇപ്പോഴത്തെ ഒരു കറണ്ട് സിനാരിയോ, നമ്മുടെ രാജ്യത്ത് നടക്കുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആ ഒരു കറണ്ട് സിനാരിയോയിൽ മാറ്റി വെക്കാനുള്ള ചാൻസസ് ഉണ്ടോ എന്ന് ചോദിച്ചാലുണ്ട്. പക്ഷേ ഫൗണ്ടേഷൻ എക്സാം അടുത്ത ആഴ്ച എന്താ നമുക്ക് ഇങ്ങനെ ആയിരിക്കും കാര്യങ്ങളെന്ന് അറിയില്ല. അതുകൊണ്ട് ഫൗണ്ടേഷൻ എക്സാം ചിലപ്പോൾ മാറ്റി വെച്ചെന്ന് വരത്തില്ല. പക്ഷെ ഇപ്പം നിങ്ങൾ മാറ്റി വെക്കും എന്ന് പ്രൊക്കാസ്റ്റിനേറ്റ് ചെയ്തിരിക്കുന്ന ഒരു കുട്ടിയാണ്, നിങ്ങൾ ഇങ്ങനെ വിചാരിച്ചിരിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവും. നിങ്ങൾ എക്സാം അടുക്കുമ്പോഴത്തേക്ക് ഇനി മാറ്റി വെക്കും, അതായത് എക്സാം മാറ്റി വെക്കുന്നില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ വരുമ്പോഴത്തേക്ക് നിങ്ങളുടെ കയ്യിൽ നിന്ന് പോകും. അതുകൊണ്ട് ആ ഒരു ചിന്ത നിങ്ങൾ മാറ്റി വെക്കുക. അതായത് എക്സാം മാറ്റി വെക്കുന്ന കാര്യം നിങ്ങൾ ആലോചിക്കുക വേണ്ട. നിങ്ങളുടെ ആ എക്സാം മാറ്റി വെക്കും എന്നുള്ളൊരു ചിന്ത മാറ്റി വെക്കുക. എന്നിട്ട് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങുക. ഇതുവരെ ആരെങ്കിലും ഇപ്പോൾ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അഥവാ നിങ്ങൾ ഇപ്പോഴും പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ ആ പ്രിപ്പറേഷൻ ഇതേപോലെ തന്നെ കണ്ടിന്യൂ ചെയ്ത് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക. നമുക്ക് ഇനി ആകെ 6-7 ദിവസമല്ലേ ഉള്ള എക്സാമിനേഷന്. അപ്പോൾ ഇതുവരെ എന്ത് എഫേർട്ടാണോ നിങ്ങൾ ഇട്ടുകൊണ്ടിരിക്കുന്നത് അതേപോലെ തന്നെ പഠിക്കുക. നിങ്ങൾക്ക് എന്തായാലും പാസ്സാകാൻ പറ്റും. അഥവാ എക്സാമിനേഷൻ മാറ്റി വെച്ച് കഴിഞ്ഞാൽ, ഫൗണ്ടേഷൻ എക്സാം മാറ്റി വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ഒരു ആഡ് ഓൺ, നിങ്ങൾക്കൊരു ഹെൽപ്പായെന്ന് വിചാരിച്ച് ആ ഡേയ്സ് എന്തെങ്കിലും ഉപയോഗിക്കുക. അങ്ങനെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഓക്കെ, ആ ഒരു കാര്യം പറയാനായിട്ടാണ്. കുറേ പേര് എനിക്ക് മെസ്സേജ് അയച്ചു, ഇങ്ങനെ ഉണ്ടെങ്കിൽ മാറ്റി വെക്കുമോ സാർ എന്നുള്ളൊരു ചോദിച്ചൊരു മെസ്സേജ് കുറേ വന്നായിരുന്നു. ആ ഒരു റീസൺ കൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്തത്. അപ്പോൾ നമ്മുടെ എൻഡ് ഗോൾ നമ്മൾ മാറ്റത്തില്ല. നമുക്കാണെങ്കിൽ പഠിക്കുക എന്നുള്ളൊരു മെൻറ്റാലിറ്റിയിലായിരിക്കണം ഇരിക്കുക. എക്സാം മാറ്റി വെക്കുകയോ ഇല്ല എന്നുള്ളത് പിന്നത്തെ കാര്യമാണ്. ഓക്കെ, അപ്പോൾ ശരി, ടാറ്റാ, ബൈ ബൈ. ബൈ ഫ്രം നിതിൻ ആർ കൃഷ്ണൻ, യുവർ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ഫാക്കൽറ്റി ഫ്രം അറിവ് പ്രോ മലയാളം. താങ്ക് യു.